മറ്റൊരാളെ നേരിടാൻ അദ്ദേഹം ഏറ്റവും നന്നായും ആദ്യവും ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ടൂളാണ് ഈ വർഗീയവാദം എന്നുള്ള കാര്യം. ഒരാളോട് ദേഷ്യം തോന്നിയാൽ അയാളെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹം ഈ പറഞ്ഞ ജാതിയും മതവും വർഗീയത ഉപയോഗിക്കുന്ന രീതി നേരത്തെ അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് ഞാൻ അനുഭവിച്ചൊരു കഴിഞ്ഞതിന് മുമ്പ് 2021 തൊട്ട് ഞാൻ അനുഭവിച്ചൊരു കാര്യമാണ്. നിങ്ങളുടെ കൂട്ടത്തെ മാധ്യമ പ്രവർത്തകനെ ഈ പറഞ്ഞ പോലെ അദ്ദേഹം കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു. അത് അദ്ദേഹത്തിൻ്റെ ഒരു കൾച്ചർലെസ് ആയ ഒരു രീതിയാണത്. അത് സാധാരണ അദ്ദേഹം ചെയ്തു പോകുന്ന രീതിയാണ്. അത് അദ്ദേഹം ഞാൻ ഉന്നയിച്ചൊരു കാര്യത്തിന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു നാടകീയമായി അദ്ദേഹം പറഞ്ഞ ഡ്രാമാറ്റിക്കായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. കാരണം ഈ ആക്ഷേപം 2021 പാർട്ടിക്കുള്ളിൽ ഉയർന്നു വരാൻ കാരണം അദ്ദേഹം പിരിച്ച പണം കൊടുത്തില്ല എന്നുള്ളതുകൊണ്ടാണ്. അന്ന് കൃത്യമായി കണക്ക് പാർട്ടിക്ക് മുമ്പാകെയുണ്ട്. അതിനെ ബന്ധപ്പെട്ട പാർട്ടി കമ്മിറ്റി പരിശോധിച്ചിട്ടുണ്ട്. അത് അദ്ദേഹം ഇതിൻ്റെ കണക്ക് പരസ്യമായിട്ട് പറഞ്ഞാൽ അദ്ദേഹം മോശക്കാരനാകും എന്നുള്ളതുകൊണ്ട് വളരെ അഡ്വാൻസായി ഇപ്പോൾ അദ്ദേഹം ഒരു കള്ളക്കണക്ക് പറഞ്ഞിരിക്കുകയാണ്. 7 ലക്ഷം രൂപയാണ് ഇലക്ഷൻ കമ്മിറ്റിക്ക് കെ പ്രസാദ് സെക്രട്ടറി ഇലക്ഷൻ കമ്മിറ്റിക്ക് അദ്ദേഹം നൽകിയിട്ടുള്ളത്. അദ്ദേഹം കള്ളക്കണക്ക് പറയും. ഞങ്ങളൊന്നും അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ഇറങ്ങുന്നില്ല. അദ്ദേഹം പിരിച്ച പൈസ നാട്ടിൽ പറയൂ, ജനങ്ങൾ കേൾക്കട്ടെ. അദ്ദേഹം അഴിമതി വിരുദ്ധത മുഖമൊക്കെ അടിഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരാളാണല്ലോ. ജനങ്ങൾ കേൾക്കട്ടെ അദ്ദേഹം പിരിച്ച പണം ആരുടെ എല്ലാം കയ്യിൽ നിന്ന് പൈസ. അദ്ദേഹം പറയുന്നത് അങ്ങനെ പരസ്യപ്പെടുത്താൻ പാടില്ല. എന്താ പരസ്യപ്പെടുത്തിയാൽ? തന്ന ആൾക്കാരെല്ലാം കള്ളപ്പണം തന്നല്ലോ, നേരായ പണമല്ലേ തന്നത്. പരസ്യപ്പെടുത്തി എന്താ പ്രശ്നം? എന്താ തന്നവർക്ക് എന്താ പ്രശ്നം? ഒരു പ്രശ്നം അവർക്കില്ല. അദ്ദേഹത്തിന് എന്താ പ്രശ്നം? പറഞ്ഞാൽ പിന്നെ പൈസ തരുമോന്നാണ്. അപ്പോൾ ഇനിയും പൈസ മേടിക്കാൻ വേണ്ടി പറയുന്നില്ലെന്നല്ലേ അദ്ദേഹം പറഞ്ഞ കാര്യം. ഒരു കുഴപ്പവും പരസ്യപ്പെടുന്നുകൊണ്ടില്ല. അദ്ദേഹം അന്ന് വാങ്ങി ആരെല്ലാം കയ്യിൽ നിന്ന് പൈസ വാങ്ങി, എത്ര ലക്ഷം വീതം വാങ്ങിയെന്ന് പരസ്യപ്പെടുത്തുക. അപ്പോൾ കൊടുത്ത കണക്കും വാങ്ങിയ കണക്കുമെല്ലാം നാട്ടുകാർക്ക് ബോധ്യമാകാൻ കഴിയും. ഞാൻ ആ കണക്കെല്ലാം കൂടി പ്രസിദ്ധീകരിച്ചിട്ട് അദ്ദേഹത്തെ മോശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം പരസ്യമായി ഇത് കാര്യം പറയണം. കള്ളക്കണക്ക് പറയരുത്. ശരിയായ കണക്ക് സത്യസന്ധമായി അദ്ദേഹം പറയുക. അപ്പോൾ അറിയാം ജി സുധാകരൻ്റെ അഴിമതി വിരുദ്ധമായ പ്രതിച്ഛായ എവിടെയാണ് നിലകൊള്ളുന്നതെന്ന് കൃത്യമായിട്ട് നാട്ടുകാർക്ക് മനസ്സിലാവുകയും ചെയ്യും. ഈ പൊതിച്ചോറ് അദ്ദേഹം പറഞ്ഞത് പൊതിച്ചോറ് ആദ്യം പാടില്ല എന്ന് പറഞ്ഞു, പിന്നീട് തിരുത്തി പറയും. അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ലെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അത് നിങ്ങൾ തന്നെ കാണിക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യം പറഞ്ഞതും അദ്ദേഹത്തിനൊരു മടിയില്ല. ഒരു 10 മിനിറ്റ് പോലും വേണ്ട പറഞ്ഞ കാര്യം മാറ്റി പറയാൻ. ഒരു മടി അദ്ദേഹത്തിനില്ല. അദ്ദേഹം പരസ്യമായി എന്താ പറയുന്നതെല്ലാം നിങ്ങൾക്ക് അത് വിവാദമാക്കി എന്താണെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ഇപ്പോൾ അമ്പലപ്പുഴ MLA ആണ്. അമ്പലപ്പുഴയിലാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ്. അതിൻ്റെ ഉള്ളിൽ സർക്കാർ വക ഭൂമിയിൽ സേവാഭാരതി ഒരു ഷീറ്റിട്ട കെട്ടിടം പണിതു. അവിടെ സർക്കാർ ഭൂമി അങ്ങനെ ഒരു സംഘടനയ്ക്ക് കൊടുക്കാൻ നിയമപരമായി കഴിയില്ല. അദ്ദേഹം MLA ആയിരിക്കുന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ അറിവോടുകൂടിയാണ് ആ കാര്യം നടന്നേക്കുന്നത്. അത് വിവാദമായി. അദ്ദേഹത്തിൻ്റെ കൂടെ മുന്നണിയായി നിൽക്കുന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടെ പരസ്യമായി എതിർപ്പ് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് പൊതിച്ചോറ് വിവാദമാക്കിയത്. എന്നിട്ട് ഇപ്പോൾ നേരെ തിരിച്ചു പറയുക, അവിടെ അതിനകത്ത് പാചകപ്പുര കെട്ടിവെച്ചിരിക്കുന്നു. ഇദ്ദേഹത്തിന് അനുവാദമില്ലെങ്കിൽ പൊളിക്കാൻ അദ്ദേഹം പറയും. എന്താ പൊളിപ്പിക്കാത്ത? ഗവൺമെൻറ് UDF ഗവൺമെൻറ് അല്ലേ? അദ്ദേഹം ഇവിടുത്തെ MLA അല്ലേ? UDFനെ സപ്പോർട്ട് ചെയ്യുന്ന MLA അല്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹം അത് പ്രതികരിച്ചത്, അത് മാറ്റാത്തത്? സംഘടന ഏതാണെന്നുള്ളതല്ല, ഒരു സർക്കാർ വക ഭൂമിയിൽ അങ്ങനെ ആർക്കും കെട്ടിടം വെക്കാൻ അവകാശമില്ല. അത് കൊടുത്തിരിക്കുന്നു. കൊടുത്തത് അദ്ദേഹം MLA ആയി ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹം അത് കൊടുക്കുന്നത്. അത് തിരുത്താൻ ഇപ്പോഴും തയ്യാറായിട്ടില്ല. അപ്പോൾ ആ വിവാദത്തിൽ നിന്ന് തലയൂരിക്കൊണ്ട് പോകാൻ വേണ്ടിയാണ് പൊതിച്ചോറ് വിവാദം അദ്ദേഹം ഉണ്ടാക്കിയത്. കടുത്ത പ്രതിഷേധം കേരളം ഒന്നാകെ ഉയർന്നു വന്നപ്പോൾ പതുക്കെ അതിൽ നിന്ന് ഇപ്പോൾ തലയൂരിക്കൊണ്ട് പോയിരിക്കുകയാണ്. ആവശ്യമെങ്കിൽ അതിനെ തടയുമെന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയപ്പോൾ ജില്ലാ സെക്രട്ടറി അടക്കം പ്രഖ്യാപിച്ചിരുന്നു. അതിനുശേഷം DCC പ്രസിഡന്റ് അടക്കം പറഞ്ഞ് സുധാകരന് രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കുമെന്ന് അവർ പറഞ്ഞു. അത് ഇപ്പോൾ കൂടെ നിൽക്കുന്നുണ്ടായിരിക്കും. സുധാകരൻ പറഞ്ഞ ഒരു MLA തടയാൻ ഇവർക്ക് പറ്റുമോ, എങ്കിൽ അതൊന്ന് കാണട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ആ നിലപാടിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ടുണ്ടോ? MLA തടയും എന്നുള്ളതല്ല ഞങ്ങൾ പറഞ്ഞ കാര്യം. രാഷ്ട്രീയം ആർക്കും പറയാം, അദ്ദേഹത്തിന് രാഷ്ട്രീയം പറയാം. ഇപ്പോൾ നിങ്ങൾ മാധ്യമപ്രവർത്തകരോട് രാഷ്ട്രീയം പറഞ്ഞോട്ടെ, അതിന് തർക്കമില്ലല്ലോ. അല്ലെങ്കിൽ UDFൻ്റെ രാഷ്ട്രീയ വേദി രാഷ്ട്രീയം പറയട്ടെ. ഇവിടെ അങ്ങനെയല്ല നടക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആലപ്പുഴ MP KC വേണു അദ്ദേഹം രാഷ്ട്രീയം പറയുന്നില്ലേ? ഇവിടെ നിന്നുള്ള മന്ത്രി ലിജു രാഷ്ട്രീയം പറയുന്നില്ലേ? അവരൊക്കെ രാഷ്ട്രീയം പറയുന്നത് എവിടെയാണ്? ഇദ്ദേഹത്തിന് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഔദ്യോഗികമായ വേദികളിൽ വന്ന് പൊതുവേദിയിൽ വന്നിട്ട് രാഷ്ട്രീയം പറയുന്നു. അതാണ് ആ ഗൗരവമായ കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചെയർപേഴ്സന്മാരെ ആക്ഷേപിച്ച ഒരു വേദി ആലപ്പുഴ ടൗണിലെ ഒരു റെസിഡൻസ് അസോസിയേഷൻ വേദിയിലാണ്. റെസിഡൻസ് അസോസിയേഷനിലെ ഗ്രന്ഥശാലകളിൽ ഇവിടെയെല്ലാം എല്ലാ രാഷ്ട്രീയക്കാരുമുള്ള വേദികളാണ്. ഔദ്യോഗികമായ സർക്കാരിൻ്റെ പൊതുപരിപാടികൾ
ആ പരിപാടി അദ്ദേഹം ഉദ്ഘാടകനാണെങ്കിൽ അതിന് താഴെ അധ്യക്ഷനായിട്ടോ ആശംസാ പ്രാസംഗികരായിട്ടോ CPM ജനപ്രതിനിധികളുണ്ടാവും. അപ്പോൾ ആ വേദി എന്ന് പറഞ്ഞാൽ ഔദ്യോഗികമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ചടങ്ങ് ഭംഗിയായി പോവുക എന്നുള്ളതാണ്. അതാണ് ശീലം. ഇപ്പോൾ ഞാൻ 5 വർഷക്കാലം MLA ആയിട്ട് അമ്പലപ്പുഴ പ്രവർത്തിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വേദിയിൽ, ഔദ്യോഗികമായ വേദിയിൽ അല്ലെങ്കിൽ പൊതുവേദിയിൽ വന്നിട്ട് ഞാൻ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ടോ? UDFൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരെ ആക്ഷേപിച്ച് പള്ളു പറയുന്ന രീതി എൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടോ? അതൊരു പൊതുവായ മാന്യതയാണ്. ആ വേദിയുടെ മാന്യത പാലിക്കാൻ തയ്യാറാവാതെ വായി തോന്നുന്നത് പറഞ്ഞ് അധിക്ഷേപിക്കുന്ന രീതി ഉണ്ടാകുന്നു. പൊതുവേദികൾ, ഔദ്യോഗികമായ വേദികൾ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പാടില്ല. രാഷ്ട്രീയ വേദികൾ എന്തും പറയട്ടെ, അതിനൊന്നും ഞങ്ങൾക്ക് തർക്കമില്ല. അദ്ദേഹം എന്തു പറഞ്ഞാലും അതിന് മറുപടി പറയാൻ പ്രാപ്തിയുള്ളതും നേരിടാൻ കപ്പാസിറ്റി ഉള്ള ഒരു പാർട്ടിയാണ് ആലപ്പുഴയിലെ പാർട്ടി. അത് ആലപ്പുഴയിലെ പാർട്ടി എന്ന് പറയുമ്പോൾ VS-ഉം PKS ഉൾപ്പെടെയുള്ള ആളുകൾ നെയ്തെടുത്തൊരു പാർട്ടിയാണ്. അങ്ങനെയുള്ള പാർട്ടിയാണ്. സ്വാഭാവികമായിട്ട് അതെല്ലാം നേരിടാനുള്ള നല്ല കരുത്ത് ആലപ്പുഴയിലെ പ്രസ്ഥാനത്തിനുണ്ട്. പൊതുവേദി ആ നിലയിൽ ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ആ കാര്യത്തിലുള്ളൂ. രക്തസാക്ഷികളുടെ കുടുംബങ്ങൾക്ക് ചില അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ചും മറ്റ് രക്തസാക്ഷികൾക്കാർക്കും ഇത്തരത്തിലുള്ള ഒരു സ്മാരകമൊന്നും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ VS-ന് മാത്രം അത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പല കുടുംബങ്ങൾക്കുമുണ്ട്. അവർ പാർട്ടി നേതൃത്വം തന്നെ ഇത് അറിയിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ചർച്ച ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് അറിയില്ല, അത് പാർട്ടി സെക്രട്ടറിമാർ പറയും അതിനെക്കുറിച്ചിട്ട്. അതില്ലല്ലോ, സ്കൂളിൻ്റെ ഒരു വിഷയമുണ്ടല്ലോ, അതിപ്പം ഈ ജാമ്യമില്ലാ വകുപ്പ് എടുത്തിട്ടാണ് കേസ് എടുത്തേക്കുന്നത്. അതെ, അവിടെ ജോലി ചെയ്യാൻ വന്ന ടീച്ചർമാരെ കൂടി പ്രതിയാക്കിയിരിക്കുകയാണ്. അത് അവിടെ നടന്ന യോഗത്തിൽ ഞാൻ തന്നെ സംസാരിച്ചു. പോലീസ് ഓഫീസേഴ്സൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർ ഡ്യൂട്ടി ചെയ്യാൻ സ്കൂളിൽ വന്നതാണ്. ആ സ്കൂളിലേക്ക് അതിർക്കം വെച്ച് കയറി പ്രശ്നം ഉണ്ടാക്കിയതാണ്. പക്ഷേ അവിടെ ജോലി എടുക്കാൻ വന്ന സർക്കാർ ജീവനക്കാരായ 2 ടീച്ചേഴ്സിനെ, വനിതാ അധ്യാപകരാണ്, അവർക്കെതിരെയും കേസ് ജാമ്യമില്ലാ വകുപ്പ് എടുത്ത് ചെയ്തിരിക്കുകയാണ്. അവിടെ എല്ലാം ദൃശ്യവൽക്കരിക്കപ്പെട്ട കാര്യമാണ്. അവരെന്ത് കുറ്റമായി ചെയ്തതെന്നുള്ള കാര്യം പോലീസ് നാളെ പറയേണ്ടി വരും.